Welcome, my dear students, to our next class of Financial Management. Okay, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്നുള്ളതൊന്ന് പറഞ്ഞിട്ട് പോകാം അല്ലേ. അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. And in the last class that we have discussed about the techniques of compounding, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഐ തിങ്ക് ഡബ്ലിംഗ് പീരീഡ് അല്ലേ നമ്മളത് കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആനുവൽ കോമ്പൗണ്ടിങ് അല്ലേ. നമ്മൾ നോൺ ആനുവൽ കോമ്പൗണ്ടിങ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരുന്നു ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ. ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് വാട്ട് ഈസ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി തിയറി നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് വി ഹാവ് മാത്തമാറ്റിക്കലി അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണു എന്ന് നമ്മളും പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് EIR ഈസ് ഈക്വൽ ടു 1 + R/M ടു ദ പവർ ഓഫ് M. പിന്നെ -1 എന്നുള്ളത് ഞാൻ കോമൺ ആണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ടുഡേ ദാറ്റ് വി ആർ ഗോയിങ് ടു ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദി പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ. അതിലൊരു പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലം അല്ല ഞാൻ തന്നിട്ടുള്ളത്, അല്ലാതെയുള്ള അതായത് ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ അതിലുള്ള എക്സ്ട്രാ പ്രോബ്ലംസ് അല്ലേ നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ അതിലൊരു പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നിങ്ങളുടെ സ്ലൈഡിൽ നോക്കുക, കറക്റ്റായിട്ട് വായിക്കുക. എഴുതാൻ പറ്റുന്നവർ പതുക്കെ അത് എഴുതിയെടുക്കുക. ഞാൻ വായിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് അത് എഴുതാം. Mr. Arun deposited 10,000 in a bank for a period of 1 year. ക്ലിയർ അല്ലേ? മിസ്റ്റർ അരുൺ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കൊല്ലത്തേക്ക് 10,000 റുപ്പീസ് ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ദ ബാങ്ക് ഓഫേഴ്സ് 2 ഓപ്ഷൻസ്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2 ഓപ്ഷൻസ് കൊടുക്കുകയാണ്. എന്താണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ടു റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് 12.5% പെർ ആനം കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. അതായത് നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അരുണിൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് ക്വാർട്ടർലി, അതായത് 4 മാസം ഇൻട്രസ്റ്റിലെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എത്ര തരാം, 12% 12.5% ഇൻട്രസ്റ്റ് തരാം. അത് ഒരു ഓപ്ഷൻ അരുണിന് കൊടുത്തു. രണ്ടാമത്തെ ഓപ്ഷൻ ബാങ്ക് ഓഫർ ചെയ്ത് ടു റിസീവ് ഇൻട്രസ്റ്റ് അറ്റ് 12.6% പെർ ആനം കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അതല്ല നിങ്ങൾക്ക് ക്വാർട്ടർലി 4 മാസം കൂടുമ്പോൾ വേണ്ട, പകരം നിങ്ങൾക്ക് 6 മാസം സെമി ആനുവലി മതി, അതായത് ഹാഫ് ഇയർലി മതി എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എത്ര തരാം, 12 കണ്ടോ 12.5 പകരം 0.01% അധികം കൊടുക്കാമെന്ന് പറയുകയാണ്. 12.6% ഞങ്ങൾ എന്ത് ചെയ്യാം പെർസെൻറ്റേജ് ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് കൂടുതൽ തരാമെന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓപ്ഷൻ ഷുഡ് അരുൺ ആക്സെപ്റ്റ് എന്നുള്ളതാണ് അവിടെ ചോദിക്കേണ്ടത്. വിച്ച് ഓപ്ഷൻ ഷുഡ് ബി അപ്പോൾ നമ്മളോടാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ നാളത്തിൽ നമുക്ക് പറയാം അല്ലേ, നമ്മൾ പറയാം ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷനാണ്, 12.6% ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ എന്ത് ചെയ്യാം, അതെടുത്തോളൂ എന്ന് നമുക്ക് പറയാം അല്ലേ. പക്ഷെ നമ്മളത് ആ സമയത്ത് നമ്മൾ ഒറ്റ അടിക്കും മറുപടി പറയാതെ നമ്മളവിടെ നമ്മൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൽ ഏത് എന്താണ് എടുക്കുന്നതുകൊണ്ടാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ പറയും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യണം അല്ലേ. പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുല എഴുതി വയ്ക്കുക, EIR. അപ്പോൾ ആദ്യം തന്നെ എഴുതാം ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് 12. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കാൽക്കുലേഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 12.5%, നോട്ടിൽ എഴുതി വയ്ക്കുക. അപ്പോൾ ആദ്യത്തെ കാൽക്കുലേഷൻ നടത്താൻ പോവാണ്. ഇഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 12.5% ആണെങ്കിൽ എന്നിട്ട് താഴെ എഴുതാം EIR ഈസ് ഈക്വൽ ടു 1 + R/M ടു ദ പവർ ഓഫ് M -1. ഫോർമുല നമ്മളവിടെ എഴുതി വയ്ക്കുക. ഇനി എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ M എത്രയായിരിക്കും, ദാറ്റ് ഈസ് EIR ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 1 + 12.5%. നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ പെർസെൻറ്റേജ് കളയുമ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓൾറെഡി ചെയ്തു പോയതാണ് 0.125 ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത് M. ആദ്യത്തെ ഓപ്ഷൻ എങ്ങനെയായിരുന്നു, 12.5 ആണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ M 4 ആണ്. 4 ടു ദ പവർ ഓഫ് 4 -1. സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 1 + 0.03125 ടു ദി പവർ ഓഫ് 4 -1. ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കിട്ടും, EIR ഈസ് ഈക്വൽ ടു 1 + 0.03125 എന്ന് പറഞ്ഞാൽ 1.03125 കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, അത് എത്ര ഇത് കാണണം,
ടു ദ പവർ ഓഫ് 4 ഉണ്ട്. അപ്പോൾ നമുക്കിത് ടേബിളിൽ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ടു ദ പവർ ഓഫ് 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1.03125 ഇൻറ്റു കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ ചെയ്തിട്ട് ഇത് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 1.03125 ഇൻറ്റു 1.03125 ഇൻറ്റു 1.03125 ഇൻറ്റു 1.03125 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.1309 കിട്ടും. കിട്ടുന്ന വാല്യൂ എന്താണ്? 1.134 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഞാൻ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 1.1309 കിട്ടും. ദാറ്റ് ഈസ്, അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് റൗണ്ട് ചെയ്തെടുത്തപ്പോൾ 1.131 ആവും. അതായത് 90 എന്നില്ല. അപ്പോൾ 9നെ നമ്മളൊന്ന് മാറ്റി 4 ഡിജിറ്റിനെ മാറ്റി നമ്മളൊന്ന് 4 ഡെസിമൽ പ്ലേസിനെ മാറ്റിയിട്ട് 3 ഡെസിമൽ ആക്കുകയാണ്. അപ്പോൾ 1.131 ഫോർ ഈസിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ 3 ഡെസിമൽ പ്ലേസിലാക്കി. ഇനി നമ്മുടെ ഫോർമുലയുടെ ബാക്കി അവിടെ കിടക്കുന്നുണ്ട്. എന്താണ്? -1 ചെയ്യണമായിരുന്നു അല്ലേ. 1.131 -1 ചെയ്താൽ എത്ര വരും? 0.131. 131 എന്നുള്ളത് എന്താണെന്ന് പെർസെൻറ്റേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തേ. 13.1% കിട്ടും. എത്ര കിട്ടും നമുക്ക്? 13.1%. അതായത് കിട്ടിയ 0.131നെ നമ്മൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജിലേക്ക് ആക്കുക അല്ലേ. അതല്ല നമ്മൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർസെൻറ്റേജിലാണ് നമ്മൾ എഴുതേണ്ടത്. ദാറ്റ് ഈസ് ഇൻറ്റു 100 ചെയ്യുകയാണെങ്കിൽ ദ പെർസെൻറ്റേജ് വിൽ ബി 13.1%. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലായത്? 12.5% ക്വാർട്ടർലി നമ്മൾക്ക് കോമ്പൗണ്ടിങ് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇഫക്റ്റീവ്, അതിൻ്റെ ഒരു ഇഫക്റ്റീവ്നെസ് എത്ര എന്തിൻ്റെ ഒരു ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും? ദാറ്റ് ഈസ് 13.1% ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുമെന്നാണ് പറയണത്. എങ്ങനെയാണെങ്കിൽ 12.5% ക്വാർട്ടർലി ചെയ്യുകയാണെങ്കിൽ. ഇനി അരുണിന് കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? 12.6% ദാറ്റ് ഈസ് എന്ത് ചെയ്യണം തരിക. അതും എങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ സെമി ആനുവലി അല്ലേ, നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഹാഫ് ഇയർലി തരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ചെയ്യണം, വർക്കൗട്ട് ബൈ യുവർ സെൽഫ്. ഇതേപോലെ തന്നെയുള്ളൂ 12.6% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സെമി ആനുവൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോർമുല എടുത്ത് എഴുതാം. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് 1+R/m. എം ഇവിടെ എത്രയാണ്? 2 ആയിരിക്കും. ബൈ ടു ദ പവർ ഓഫ് m - 1. അത് നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ബൈ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിൽ ഏതാണ് 12.5 ക്വാർട്ടർലി കിട്ടുന്നതാണോ 12.6 സെമി ആനുവലി കിട്ടുന്നതാണോ നല്ലതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്ന കാര്യം. ഇനി നിങ്ങളെ തന്നെ ഞാനൊരു പ്രോബ്ലം തന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെയുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻ പേജ് നമ്പർ 29 കിടക്കുന്നുണ്ടായിരിക്കും. പേജ് നമ്പർ 29 ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ അതിനകത്ത് വർക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതിൽ ഇലിസ്ട്രേഷൻ 6 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫേർഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 10% ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ക്വാർട്ടർലി. അപ്പോൾ ഞാൻ ആ ക്വാർട്ടർലിയുടെ മീതിയൊക്കെ 4 ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. EIR ഈസ് ഈക്വൽ ടു, ഞാനിങ്ങനെ കണ്ടോ എൻ്റെ ഹാൻഡ് റൈറ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1+R/m ടു ദ പവർ ഓഫ് m - 1. ഞാൻ അതിനെ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു. 1+0.1/4 ടു ദ പവർ ഓഫ് 4 - 1. അങ്ങനെ 1+0.025 ടു ദ പവർ ഓഫ് 4 - 1. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി? 1.025 ടു ദ പവർ ഓഫ് 4 - 1 കിട്ടി. അത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ 1.1038 - 1. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എത്ര കിട്ടിയത്? മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.1038 എന്നുള്ളത് കിട്ടി. അതിനെ പെർസെൻറ്റേജിലാക്കിയപ്പോൾ 10.38%. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. കിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇൻട്രാക്ഷൻ സെഷനൊക്കെ വരുമ്പോൾ ഞാനത് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ദ കേസ് എന്ന് പറയുന്നത്. ഇഫക്റ്റ് ഓഫ് കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി ഓൺ ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതിലൊന്ന് ഓരോന്ന് നോക്കാം. റേറ്റ് ഓഫ് ആദ്യം ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയിൽ തന്നിട്ടുള്ള എന്തൊക്കെയാണ്? ആനുവലി ഉണ്ട്, സെമി ആനുവൽ ഉണ്ട്. ഞാൻ അതിൽ ക്വാർട്ടർലി എഴുതി ചേർത്തിട്ടുണ്ട്. കണ്ടോ, ക്വാർട്ടർലി വാങ്ങിക്കാം, നമുക്ക് വേണമെങ്കിൽ മന്ത്ലി വാങ്ങിക്കാം, ഡെയിലി വാങ്ങിക്കാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എല്ലാ പ്രാവശ്യം എത്രയാണ്? 10% ആണ്.
ഇനി അതിൻ്റെ ടി എന്ന് പറയുന്നത് ടൈം എന്ന് പറയുമ്പോൾ, അതായത് ആനുവൽ എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം അല്ലേ, സെമി ആനുവലി എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം, ക്വാർട്ടർലി ഞാനവിടെ എഴുതിയിട്ടില്ല 4 ടൈംസ്, മന്ത്ലി ആണെങ്കിൽ 12, ഡെയിലി ആണെങ്കിൽ 365. അപ്പോൾ അതിൻ്റെ ഫോർമുല ആനുവൽ റേറ്റ് അതനുസരിച്ച് ഓരോന്നും അതിനകത്ത് ചെയ്തു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആനുവലി ആണെങ്കിൽ 10 എന്നുള്ളത് 10 തന്നെയാണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സെമി ആനുവലി ആണെങ്കിൽ ഓഫർ ചെയ്യുന്ന റേറ്റ് 10 ആണെങ്കിൽ ഇഫക്റ്റീവ് എത്ര വരും? 10.25 വരും. ക്വാർട്ടർലി ആണെങ്കിൽ ഓഫർ ചെയ്യുന്നത് 10 ആണ്, ഇഫക്റ്റീവ് റേറ്റ് 10.38 കിട്ടും. മന്ത്ലി ആണെങ്കിൽ ഓഫർ ചെയ്യുന്നത് 10 ആണ്, ദാറ്റ് ഈസ് ഇഫക്റ്റീവ് എത്ര വരും? 10.47 വരും. ഡെയിലി ആണെങ്കിൽ ഓഫർ ചെയ്യുന്നത് എത്രയാണ്? 10 ആണ്, പക്ഷേ ഇഫക്റ്റീവ് എത്ര വരും? 10.51 വരും. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ഈ ഒരു ടേബിൾ ഇത്ര തന്നിട്ടുള്ള ടേബിൾ തരാനുള്ള കാരണത്തിലാണ് ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ടേബിൾ ആസ് കോമ്പൗണ്ടിങ് ബിക്കംസ് മോർ ഫ്രീക്വൻറ്റ്. അതായത് പെട്ടെന്ന് കോമ്പൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ, അത് കണ്ടോ ഡെയിലി എന്ന് പറയുമ്പോൾ ഓരോ 365 ദിവസം കോമ്പൗണ്ടിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദ ഇഫക്റ്റീവ് റേറ്റ് ഇൻക്രീസസ്. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി തന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാനത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം, അതായത് ആനുവലി വരുമ്പോൾ 10 ഉണ്ടായിരുന്നത് എന്നും ആയപ്പോൾ അത് എന്തായി മാറി? 10.51% വന്നു. അപ്പോൾ അതാണ് പറയുന്നത് കോമ്പൗണ്ടിങ് എളുപ്പം കൂടുതൽ പ്രാവശ്യം അടുപ്പിച്ച് ഫ്രീക്വൻ്റ്ലി ചെയ്യുകയാണെങ്കിൽ ഇഫക്റ്റീവ് റേറ്റ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്? ടെക്നിക്ക് ഓഫ് കോമ്പൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം പ്രോബ്ലം ഇത്രയൊക്കെ തന്നെയാണ് അതൊന്ന് വരാനുള്ള സാധ്യതയുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എങ്ങനെയാണ് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കാണാമെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ഇനി പുതിയൊരു ടോപ്പിക്കിലേക്ക്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ടെക്നിക്ക് ഓഫ് കോമ്പൗണ്ടിങ് എന്ത് ചെയ്തു? അവസാനിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2 ടെക്നിക്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ഏതൊക്കെയായിരുന്നു? ദാറ്റ് ഈസ് ടെക്നിക്ക് ഓഫ് ഡിസ്കൗണ്ടിങ്ങും ടെക്നിക്ക് ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടെക്നിക്ക് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയുടെ 2 കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്. അതിൽ ആദ്യം നമ്മൾ ദാറ്റ് ഈസ് ടെക്നിക്ക് ഓഫ് കോമ്പൗണ്ടിങ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ടെക്നിക്സ് ഓഫ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ്, അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അതിനെക്കുറിച്ച് പ്രതിപാദിച്ച് പോന്നിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ കറക്റ്റായിട്ട് ഒരു സ്ലൈഡ് കാണിക്കാം. ആ സ്ലൈഡിലുള്ളത് കറക്റ്റായിട്ട് നോട്ടിലേക്ക് അത് എന്ത് ചെയ്യാം? എഴുതിയെടുക്കുക കേട്ടോ. വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് അല്ലെങ്കിൽ വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് പഠിച്ച് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളതേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ആൻഡ് എന്താണ് ഡിസ്കൗണ്ടിങ് ടെക്നിക്കിനെ കുറിച്ച് പറയുന്നത്? ഡിസ്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ പ്രസൻസ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. എന്താണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്? അതായത് പ്രസൻറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക, കണ്ടുപിടിക്കുക. എന്തിൽ നിന്ന്? നമുക്ക് ഫ്യൂച്ചറിലെ പൈസ തന്നിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞ് ഇത്രയാണ് കിട്ടാൻ പോകുന്നത് എന്ന് തന്നിട്ടുണ്ടായിരിക്കും. ആ തന്നതിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? ഇപ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ പറഞ്ഞു തരികയാണ് നമ്മുടെ അടുത്ത്, നിങ്ങൾക്ക് 5 കൊല്ലം കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ വിചാരിക്കും 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഉടനടി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ എത്രയാണ് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കാണാം. അപ്പോൾ ഇവിടെ തെറ്റരുത്. കോമ്പൗണ്ടിങ്ങിൽ എന്തായാലും നമ്മൾ ചെയ്തിരുന്നത്, നമുക്കൊരു ഇപ്പോൾ ഒരു വാല്യൂ തന്നു, ഇപ്പോൾ ഒരു 1000 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു കോമ്പൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസ്കൗണ്ടിങ് ടെക്നിക്ക് അല്ല, അതല്ല പറയുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രസൻറ്റ്, ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതാണ് പറയുന്നത് ഡിസ്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്നാണ് പറയുന്നത്. ഇനി എന്താണെന്നാണ് പറയുന്നത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ മേ ബി ഇൻഫ്ലോ ഉണ്ടായിരിക്കാം, ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കും അല്ലേ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈസ് ദ കറണ്ട് വർത്ത് ഓഫ് എ ഫ്യൂച്ചർ സം ഓഫ് മണി. അവിടെ ഒന്ന് നിർത്തി, എന്നിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് വരാൻ മതി. എന്താണെന്നാണ് പറയുന്നത്? എന്താണ് ഈ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഒരു ഫ്യൂച്ചർ സം ഓഫ് മണി. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്നൊരു തുക. അതിൻ്റെ ഇപ്പോഴത്തെ വർത്ത് എത്രയാണ്, ഇപ്പോഴത്തെ മൂല്യം എത്രയാണ് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ ഗിവൺ എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അല്ലെങ്കിൽ എന്താണ് ഒരു ക്യാഷ് ഫ്ലോയുടെ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടൊരു സീരീസ് നമ്മൾ രീതിയിൽ പറയാം. അതെന്താണ്? ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ, നമുക്കൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ശതമാനത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നു. അതനുസരിച്ച് നിങ്ങളുടെ ഭാവിയിൽ ഇത്രയായിരിക്കും
എന്ന് നമ്മളോട് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ എന്നാണ് പറയുന്നത് ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോ ഗിവൺ എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ഇതന്നെ പഠിച്ചു വെച്ചാൽ മതി. വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ്? ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ വായിച്ച് നോക്കിയോളൂ, ഒരു കുഴപ്പമില്ല. യു ക്യാൻ നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തോളൂ, വായിച്ച് നോക്കിയോളൂ, ഒരു കുഴപ്പം. ഞാൻ പറഞ്ഞില്ല എൻ്റെ എക്സാമ്പിൾസ് ആക്കിയതൊക്കെ. ഞാനിതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ പറയാത്തത് വെച്ചെങ്കിൽ ദാറ്റ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. നമ്മുടെ ഒരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു 1 rupee 10%, 1 രൂപ 10 പൈസ, ആ സെയിം എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്താൽ കൂട്ടി ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വീണ്ടും സ്ലൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി പ്രസൻറ്റ് വാല്യൂവിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്കൗണ്ടഡ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂവിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഡിസ്കൗണ്ടഡ് വാല്യൂ. അപ്പോൾ ഡിസ്കൗണ്ടഡ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ എന്നും, കോമ്പൗണ്ടഡ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഫ്യൂച്ചർ വാല്യൂ. തെറ്റരുത്. Interest rate used for discounting cash flow is also called the discount rate. അപ്പോൾ ഇനിയിപ്പോൾ പ്രോബ്ലം തരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഡൗട്ടാണ്, ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ഏതാണെന്ന്. അയ്യോ, ഡിസ്കൗണ്ട് റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ വിച്ച് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ്? അപ്പോൾ എന്താണെന്നാണ് പറയണത്? ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോസിന് എത്രയാണോ നമുക്ക് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, അത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ്. ഡിസ്കൗണ്ട് റേറ്റ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലെങ്കിലും ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. എന്താണ്? നമുക്ക് ക്യാഷ് ഫ്ലോ എൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാനായിട്ട് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്നിട്ട് അതിൻ്റെ താഴെ ചെറുതാക്കിയിട്ടൊരു ഞാനൊരു ചെറിയൊരു ഫിഗർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം. ടൈം വാല്യൂ ഓഫ് മണി കണ്ടോ? ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ പഠിച്ചു വന്നതാണ്. അപ്പോൾ അതിലെങ്ങനെയാണ്? പ്രസൻറ്റ് വാല്യൂ 10,000, ഫ്യൂച്ചർ വാല്യൂ 15,386. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതും ഇറ്റ് ഡസൻ മാറ്റർ. ഞാൻ പക്ഷേ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കണ്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ 2 കോൺസെപ്റ്റുകളാണ് പഠിച്ചത്. 10,000 തന്നിട്ട് ഈ 15,386 എത്ര കിട്ടും എന്നുള്ളത്, ഒരു 5 years കഴിയുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോണ കോൺസെപ്റ്റ് എന്താണ്? 15,386 ആണ് നമുക്ക് 5 കൊല്ലം കഴിഞ്ഞ് കിട്ടാൻ പോകുന്നുവെങ്കിൽ എന്തായിരിക്കും ഇപ്പോഴത്തെ അതിൻ്റെ വെർത്ത് എന്താണ്? കറണ്ട് വെർത്ത് എന്താണ്? ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കൗണ്ട് ടെക്നിക്കിൽ കൂടി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ടെക്നിക്സ് ഓഫ് കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ 5 കാര്യങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഒന്ന് സിംഗിൾ ക്യാഷ് ഫ്ലോ പഠിച്ചു, സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ അല്ലേ, ദാറ്റ് ഈസ് ആനുവിറ്റി എന്നുള്ള രീതിയിൽ പഠിച്ചു, പിന്നെ ഒരു ഡബ്ലിംഗ് പീരീഡ് കണ്ടു, നോൺ ആനുവൽ കോമ്പൗണ്ടിങ്, അതായത് ഒരു കൊല്ലത്തിൽ തന്നെ പല പ്രാവശ്യം ഇൻട്രസ്റ്റ് കാണുന്നത് കണ്ടു, ആൻഡ് ഇഫക്റ്റീവ് ആൻഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ 5 കോൺസെപ്റ്റുകൾ നമ്മൾ ടെക്നിക്സ് ഓഫ് കോമ്പൗണ്ടിങ് കണ്ടു. നമുക്ക് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ, അതായത് ടെക്നിക് ഓഫ് ഡിസ്കൗണ്ടിങ് 2 കോൺസെപ്റ്റുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ മറ്റേ പോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ, അത് നമ്മൾ കോമ്പൗണ്ടിങ്ങിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ എന്നുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ നമുക്ക് തിയറിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്താണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ എന്നുള്ളത്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ ഡിസ്കൗണ്ടിങ് ടെക്നിക് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. അത് ധാരാളമായിരിക്കും നിങ്ങളത് എഴുതുന്നത്. അല്ലാതെ ഇപ്പോൾ അതിൽ പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ സം വിൽ ബി വർത്ത് ലെസ് ദാൻ ദി ഫ്യൂച്ചർ സം. ദിസ് ഈസ് ബിക്കോസ് ദ മണി റിസീവബിൾ ഇൻ ദ ഫ്യൂച്ചർ കനോട്ട് ബി ഇൻവെസ്റ്റഡ് ആൻഡ് ഹെൻസ് നോ ഇൻട്രസ്റ്റ് ക്യാൻ ബി ഏൺഡ് എന്നാണ്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ മണി കിട്ടാൻ നിൽക്കുക, അതായത് നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പൈസ കിട്ടുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ല, 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് തരാമെന്നാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തരും. 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തീർച്ചയായും തരും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആ പൈസ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കില്ല എന്നാണ് പറയണത്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞ പോലെ എന്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വായിക്കുക. കാരണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ആ എക്സാമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ 1 of our ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ അത് വീണ്ടും എക്സാമ്പിൾ പറയാത്തത്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് എന്തിലേക്കാണെന്നുള്ളത് കിടക്കാം. പക്ഷേ ഞാൻ കുറച്ച് തിയറി ഞാൻ പറയാം. അതിന് മുൻപ് നമുക്ക് ആദ്യം മനസ്സിലാക്കുക, ഇതിനൊരു ഫോർമുല ഉണ്ടാവും അല്ലേ. ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ തരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ കോമ്പൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ തരികയാണെങ്കിൽ എങ്ങനെയാണ് ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട് ദ പ്രസൻറ്റ് വാല്യൂ. ആൻഡ് ദ ഫോർമുല ഈസ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു P divided by 1 plus R to the power of n. കണ്ടോ, ഇതാണ് അതിൻ്റെ ദാറ്റ് ഈസ് ഫോർമുല എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളൊരു ക്ലാസ്സിൽ പതുക്കെ അത് പറഞ്ഞു പോയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഫ്യൂച്ചർ വാല്യൂൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? A ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല, A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 plus R to the power of n എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം എന്താണ്. അങ്ങനെ കമ്പയർ ചെയ്ത് ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടും. ഒന്നുമില്ല, ഇവിടെ ഡിവിഷൻ വന്നു.
പി ഡിവൈഡഡ് ബൈ വന്നു, അവിടെ പി മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. പി ഇൻറ്റു 1 + r⁴ ആണെങ്കിൽ ഇവിടെ പി ഡിവൈഡഡ് ബൈ 1 + r⁴. അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ ഡിവിഷൻ ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് പഠിച്ചു വയ്ക്കാനുള്ളത് കേട്ടോ. വേർ പി വി ഈസ് ഈക്വൽ ടു എന്താണ് പ്രസൻറ്റ് വാല്യൂ, P is equal to principal amount or cash flow, R is equal to rate of interest, N is equal to number of years. അപ്പോൾ അതൊക്കെ സെയിം തന്നെ, ഒരു വ്യത്യാസങ്ങളും അതിനകത്തില്ല. ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോൻ്റെ ഫോർമുല ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ഈസ് P ഈസ് ഈക്വൽ ടു S ഡിവൈഡഡ് ബൈ 1 + I⁴ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ഇതും നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ ഫോർമുല പഠിച്ചു വെച്ചോളും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ സമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവെയിലിംഗ് ഓർ ഓഫേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ടു മെച്യൂരിറ്റി. അപ്പോൾ അതിലേതാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, മിസ് ആ ആ ഫോർമുല പറഞ്ഞു, ഈ ഫോർമുല ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇത് ഫോളോ ചെയ്ത് ബൈഹാർട്ട് പഠിക്കണമെങ്കിൽ ഇത് ബൈഹാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇത് ബൈഹാർട്ട് പഠിക്കാം. അപ്പോൾ ഞാനൊരു ഓർഡറിൽ അങ്ങോട്ട് പഠിപ്പിച്ച് പോകുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ, അപ്പോൾ ക്ലിയർ ആയല്ലേ, നമുക്കൊരു ഫ്യൂച്ചർ സം തന്നിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിതിൻ്റെ കുറച്ച് തിയറി ഭാഗങ്ങളൊന്നും നമുക്ക് വായിച്ച് നോക്കാം. ടു സിംപ്ലിഫൈ, ഇപ്പോൾ ഈ സ്ലൈഡിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും എൻ്റെ ഒപ്പം തന്നെ വായിച്ചു പോകാം കേട്ടോ. ടു സിംപ്ലിഫൈ ദ കാൽക്കുലേഷൻസ് വി ക്യാൻ യൂസ് പ്രസൻറ്റ് വാല്യൂ ടേബിൾ, ദാറ്റ് ഈസ് ടേബിൾ 1. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ടേബിൾ 1 കാണാം. ടു ലുക്ക് അപ്പ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ്. ഇപ്പോൾ എന്താണെന്നാണ് പറയുന്നത്, ഈ ഫോർമുല പ്രകാരമുള്ള കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നും, പ്രോബ്ലം ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാമെന്ന് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കാൽക്കുലേഷൻസ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ P ഡിവൈഡഡ് ബൈ 1 + r⁴ എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേഷൻസ് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, നമ്മൾ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ടേബിൾ 1 പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ് പറയുന്നത്, അവിടുന്ന് പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് കിട്ടും. ഈ പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് ഈസ് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് ചോദിച്ചാലും അത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് ആർ സിംപ്ലി കാൽക്കുലേഷൻസ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 + r⁴ എന്നാണ് പറയണത്. ഇതാണെന്നാണ് പറയുന്നത്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടേഴ്സ് ആർ സിംപ്ലി ദി കാൽക്കുലേഷൻസ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 + r⁴ എന്നാണ് പറയുന്നത്. Thus, to calculate the present value of any future amount, we have to multiply the future amount by the present value. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ എമൗണ്ടിൻ്റെ, ദിസ് ഇസ് ദ ഈസിയസ്റ്റ് വേ പഠിപ്പിച്ചു തരുന്നത്, ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നാണ് പറയണത്, ആ ഫ്യൂച്ചർ എമൗണ്ടിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്രസൻറ്റ് വാല്യൂവിനെ കൊണ്ട് എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഹാവ് ടു ദസ് ടു കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എനി ഫ്യൂച്ചർ എമൗണ്ട് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ ഫ്യൂച്ചർ എമൗണ്ട് ബൈ ദി പ്രസൻറ്റ് വാല്യൂ ആൻഡ് വി വിൽ ഗെറ്റ് ദി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അല്ലേ. പ്രസൻറ്റ് വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ് പറയണത്, ദാറ്റ് വി വിൽ ഗെറ്റ് ഫ്രം ദി പ്രസൻറ്റ് വാല്യൂ ടേബിളിൽ നിന്ന് കിട്ടും, ദാറ്റ് ഈസ് ടേബിൾ 1. ഞാൻ താഴെ ഇരിക്കുന്നുണ്ടോ, PV ഈസ് ഈക്വൽ ടു P ഇൻറ്റു P എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ഫോർമുലയിൽ നമ്മൾ കണ്ടതാണ്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ ക്യാഷ് ഫ്ലോ, അതായത് ബാക്കി നമുക്ക് ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ആയിട്ട് എത്ര നമുക്ക് എത്ര വർഷങ്ങൾക്ക് ശേഷം എത്ര ഫ്യൂച്ചറിൽ കിട്ടുന്നു എന്ന് പറയുന്നതാണ് P എന്ന് പറയുന്നത്. ആ Pനെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യാം, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഇയേഴ്സൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരിക്കും. PV ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ് പറയുന്നത്, വി വിൽ ഗെറ്റ് ദി പ്രസൻറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ്. ഇത് മനസ്സിലാക്കി ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, ചെയ്യാനും ഇത് വളരെ എളുപ്പമായിരിക്കും. ആൻഡ് എന്താണ് താഴെ പറഞ്ഞിട്ടുള്ളത്, P മീൻസ് പ്രിൻസിപ്പിൾ ഓർ എമൗണ്ട് ഓർ ക്യാഷ് ഫ്ലോ ഹൂസ് പ്രസൻറ്റ് വാല്യൂ ഈസ് ടു ബി ഫൗണ്ട്. അപ്പോൾ P എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. P എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നെങ്കിൽ അത് പ്രിൻസിപ്പിൾ ഓർ എമൗണ്ട് ആയിരിക്കാം, ഒരു പ്രിൻസിപ്പിൾ എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ആയിരിക്കാം. അതിൻ്റെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ആയിരിക്കാം. ആ എമൗണ്ടിൻ്റെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോഴത്തെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോബ്ലത്തിൽ എന്തായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക, ഫ്യൂച്ചർ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. നമുക്ക് ആ ഫ്യൂച്ചർ വാല്യൂ അതാണ് ഇവിടെ നമ്മൾ എന്തായിട്ട് എടുക്കുക, P ആയിട്ട് എടുക്കുന്നത്. അതേ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുന്നു, PV ഫാക്ടർ ടേബിൾ 1 നോക്കുന്നു, അതനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നു. ക്ലിയർ. ഇത് ക്ലിയർ ആയാലെയാണ് നമുക്കിനി പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ.
ഇനി എന്താണെന്നാണ് പറയുന്നത്? ഫോർ എക്സാമ്പിൾ, നമുക്ക് ആ എക്സാമ്പിൾ ഒന്ന് നന്നായി നോക്കാം. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ PV ഓഫ് 1000 റിസീവബിൾ ആഫ്റ്റർ 4 years ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8% ആണെങ്കിൽ PV factor in the table 1, that is 8% column and 4 years roll നോക്കുകയാണെങ്കിൽ is 0.735 and the PV is 1000 into 0.735 is equal to 735. ഇതാണെന്നാണ് പറയണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 735 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പ്രകാരം എന്താണെന്നാണ് പറയുന്നത്? നമുക്കൊരു PV കാണാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാൻ പറഞ്ഞിരിക്കുകയാണ്? 1000 രൂപയുടെ പ്രസൻറ്റ് വാല്യൂ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ 1000 രൂപ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതാണ് പറയണത്? 4 കൊല്ലം കഴിയുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പത്തെ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? 8%, അതുവരെ 8% പലിശയിൽ 4 കൊല്ലത്തേക്ക് അത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് 1000 രൂപയായിട്ട് തിരിച്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ വില എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? PV ഫാക്ടർ ഇൻ ദ ടേബിൾ 1ലേക്ക് നമ്മൾ പോവുക. എന്താണ് പറയുന്നത്? PV ഫാക്ടർ ഇൻ ദി ടേബിൾ 1ലേക്ക് നമ്മൾ പോകുന്നു. അവിടെ നമ്മൾ എന്ത് നോക്കുന്നു എന്നാണ് പറയണത്? ദാറ്റ് ഈസ് 8% എന്നുള്ളത് എത്ര വർഷത്തേക്ക് നോക്കുന്നു? ദാറ്റ് ഈസ് നമ്മൾ ആ 4 ഇയേഴ്സിലേക്ക് നമ്മൾ നോക്കുന്നു. എന്താണെന്നാണ് പറയണത്? ദാറ്റ് ഈസ് 8% എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ഇയേഴ്സ് റോയിലേക്ക് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ടേബിൾ 1. അപ്പോൾ എന്തുകൊണ്ടാണ് നോക്കുന്നത്? പ്രസൻറ്റ് വാല്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആനുവിറ്റി അല്ല. ആനുവിറ്റി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു സീരീസിലേക്ക് വരണം അല്ലേ? ഇത് സിംഗിളാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ₹1 എന്നുള്ള ടേബിൾ തന്നെ നമ്മൾ നോക്കാം. അവിടെ ആ കറസ്പോണ്ടിങ് 4 ഇയേഴ്സ് താഴത്തേക്ക്, ദാറ്റ് ഈസ് 4 ഇയേഴ്സ് എന്ന് പറയുന്നത് റോയിൽ നമ്മൾ നോക്കുന്നു. കോളം 8% കോളത്തിലേക്ക് നമ്മൾ നോക്കുന്നു. അവിടെ നോക്കുമ്പോൾ ടച്ച് ഇത് വന്ന് കൂട്ടിമുട്ടുന്ന ഒരു കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് 0.35 എന്നുള്ളതാണ്. ഇതാണ് 0.35 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് 1000 ഇൻറ്റു 0.735 ചെയ്താൽ എത്രയാണ്? 735. 735. അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 735. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക 735 ആണെന്നുണ്ടെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോൾ എനിക്കത് എത്ര രൂപയായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്? എങ്ങനെയാണെങ്കിൽ 8% ഇൻട്രസ്റ്റ് എനിക്കതിന് തരികയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് 1000 രൂപയായിട്ട് ആഫ്റ്റർ 4 ഇയേഴ്സ് എനിക്ക് കിട്ടും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്. ക്ലിയർ? ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല. അപ്പോൾ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ തരുന്നിട്ടില്ല. കാരണം ഇത് നമ്മൾ കോമ്പൗണ്ടിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് അപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അതാണ് പറയുന്നത്. ഇനി എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ദിസ് ഇംപ്ലൈസ് ദാറ്റ് എന്താണെന്നാണ് പറയുന്നത്? ദാറ്റ് ദ PV ഓഫ് ₹1000 റിസീവബിൾ ആഫ്റ്റർ 4 ഇയേഴ്സ് ഈസ് ₹735. ഇൻ അതർ വേർഡ്സ്, ഇനി ശ്രദ്ധിക്കാട്ടോ. അപ്പോൾ അത് ആദ്യത്തെ ലൈൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ സ്ലൈഡിൽ കുറച്ചധികം എഴുതിയിട്ടുണ്ട്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. എന്ന് വെച്ചാൽ അത് ഒന്നിച്ച് തന്നെ പറഞ്ഞു പോകണം. അതുകൊണ്ടാണ് അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, വേറൊരു ഇതിൽ പറയുകയാണെങ്കിൽ 1000 റിസീവബിൾ ആഫ്റ്റർ 4 ഇയേഴ്സ് ആൻഡ് ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 8% ഈസ് ഈക്വൽ ടു 735 ടുഡേ. ശരിയല്ലേ? അന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന 1000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 735ൻ്റെ ഈക്വലാണ്. അത് 8% ഇൻട്രസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 735 ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8% ഈസ് ഈക്വൽ ടു 1000 എന്ന് നമുക്ക് പറഞ്ഞുകൂടെ എന്നാണ് പറയണത്. എന്നിട്ട് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നൊരു കാര്യം കണ്ടോ? ഫ്യൂച്ചർ സം ഈസ് 1000 ആൻഡ് ദ പ്രസൻറ്റ് സം ഈസ് 735 ആൻഡ് ദ പ്രോസസ് ഓഫ് കാൽക്കുലേഷൻ ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ഞാൻ ഡിസ്കൗണ്ടിങ് എന്നുള്ളത് അവിടെ ഞാൻ കളർ വേറെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഫ്യൂച്ചർ തന്നു, അതുവഴി നമ്മൾ പ്രസൻറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്നു. ഇനി ഇത് മറക്കാൻ പാടില്ല കേട്ടോ. അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ 4 മാർക്കിനൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോലും കുട്ടികളെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ആവരുത്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകാം. ഇനി നമുക്കിതൊരു വേറെ തരത്തിൽ പറയാമെന്നാണ് പറയുന്നത്. ടു പുട്ട് ഇറ്റ് ഇൻ അനദർ വേ, നോക്കിയേ, 735 ഇൻവെസ്റ്റഡ് അറ്റ് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കണ്ടോ അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടുഡേ, അതായത് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇന്ന് നമ്മൾ 735 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷാൽ ബിക്കം 1000 at the end of 4 years. ശരിയല്ല? അതല്ലേ ഇന്ന് വേറൊരു അർത്ഥം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തൂടെ? ഞാൻ ബ്രാക്കറ്റിലൊന്ന് നോക്കിയേ. പ്രസൻറ്റ് സം ഈസ് 735 ആൻഡ് ദ ഫ്യൂച്ചർ വാല്യൂ ഈസ് 1000. അങ്ങനെ പറഞ്ഞാലും ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്യൂച്ചർ വാല്യൂ 1000 ആണ്. അങ്ങനെ പ്രസൻറ്റ് വാല്യൂ ഇപ്പോഴത്തെ 735 ആണ്. ഇനി നമ്മളതിൻ്റെ വേറൊരു കോൺസെപ്റ്റിലെടുത്ത് പറയുകയാണ്.
എന്താണ് പ്രസൻറ്റ് വാല്യൂ 735 ആണ്, അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ 1000 ആണ്. ആൻഡ് ദി പ്രോസസ് ഓഫ് കാൽക്കുലേഷൻ ഈസ് കോൾഡ് കോമ്പൗണ്ടിങ്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വി കോൾ ഇറ്റ് ആസ് കോമ്പൗണ്ടിങ് ടെക്നിക്. കണ്ടോ, നമ്മൾ പഠിച്ച 2 കാര്യങ്ങൾ ഇവിടെ വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല, ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ പോലെ തോന്നും. അപ്പോൾ അതിലേക്ക് പോകണ്ട, അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കാം. ഇനി എന്ത് ചെയ്യാമെന്നാണ് പറയണത്? നമുക്ക് ഈ ഒരു പ്രസൻറ്റ് വാല്യൂ പഠിക്കുന്നത് നമുക്ക് 2 ഒബ്സർവേഷൻസ്, അതായത് 2 കൺക്ലൂഷൻസിലേക്ക് നമുക്ക് എത്താം എന്നാണ് പറയണത്. 2 ഒബ്സർവേഷൻസ് ക്യാൻ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി വാല്യൂസ് ഗിവൺ ഇൻ ദി പ്രസൻറ്റ് വാല്യൂ ടേബിൾ. പ്രസൻറ്റ് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടേബിൾ 1 ആണ്. അതൊന്ന് നമ്മളൊന്ന് കറക്റ്റായിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് 2 കാര്യങ്ങളിലേക്ക് എത്താമെന്നാണ് പറയണത്. എന്താണ്? ദാറ്റ് ഈസ് ഫോർ എ ഗിവൺ പീരീഡ് ദ ഹയർ ദി ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കൊരു പീരീഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ദ ലോവർ വിൽ ബി ദ പി വി ഫാക്ടർ. ജസ്റ്റ് ചെക്ക് യുവർ ടേബിൾ എടുത്തിട്ട് നോക്കാം. ഏതെങ്കിലും ഒരു ഇയർ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഇയറിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി പോയി നോക്കുക. അതായത് ആദ്യം നമ്മൾ 2% നോക്കുക, 4% നോക്കുക, 6%, അങ്ങനെയായിരിക്കും നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ടേബിൾ തന്നിട്ടുണ്ടാവുക കേട്ടോ. അതിൽ നോക്കാം 8%, അങ്ങനെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവുമെന്നാണ് പറയണത്? ദ ലോവർ വിൽ ബി ദ പി വി ഫാക്ടർ. പി വി ഫാക്ടർ എന്ത് ചെയ്യും? ചെറുതായി പോകുന്നുണ്ടായിരിക്കും. ആൻഡ് ദർ ഫോർ ദ ലോവർ വിൽ ബി ദ പി വി ഫാക്ടർ ലോവറായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ആ പി വി ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്തു പോകും? കുറഞ്ഞു പോകും. അതായത് എന്താണെന്നാണ് പറയണത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടും തോറും നമ്മുടെ പ്രസൻറ്റ് വാല്യൂ കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇൻട്രാക്ഷൻ ക്ലാസ്സിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷനിലേക്ക് വരണം. ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണ്? ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തരികയാണ്. ഫോർ എ ഗിവൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ ലോങ്ങർ ദ ടൈം പീരീഡ്, അതായത് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് ഇപ്പോൾ 4 ഇയർ എന്നുള്ളത് 5 ഇയേഴ്സ് ആകുമ്പോൾ ലോങ്ങറായി അല്ലേ, 8 ഇയേഴ്സ് ആണെങ്കിൽ അത് ലോങ്ങറായി. ലോങ്ങർ ദ ടൈം പീരീഡ് ദ ലെസ്സർ വിൽ ബി ദ പി വി ഫാക്ടർ. അപ്പോൾ നമ്മൾ ഇയേഴ്സ് എടുത്ത് നോക്കിയിട്ട് ഇയേഴ്സ് ഇങ്ങനെ കൂട്ടി ഇയേഴ്സ് കൊണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പി വി ഫാക്ടർ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, പി വി ഫാക്ടർ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ എന്തായിരിക്കും? കുറഞ്ഞു തന്നെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടേബിൾ 1 എടുത്ത്, ഇപ്പോൾ നമുക്ക് ക്ലാസ് നിങ്ങളെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അങ്ങനെ ഈ പറയുന്നത് വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റാണ് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ അടുത്ത് വന്നൊന്ന് കാണിച്ചു തരുന്നത് നടക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ അവർ ഇൻട്രാക്ഷൻ ക്ലാസ്സിലേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ട് ഇത് വായിച്ച് എടുത്തിട്ട് നിങ്ങളുടെ ടേബിൾ 1 വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒബ്സർവേഷൻസ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കാം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളതും എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ എളുപ്പ വഴിയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രോബ്ലം ഞാൻ ചെയ്യിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ച പ്രകാരമുള്ള, അതായത് നമുക്ക് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫ്യൂച്ചർ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ടേബിൾ 1 കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു പി വി ഫാക്ടർ. അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ട് എടുത്ത് പറയണമെന്നുള്ളതിൽ റീസൺ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കി നിങ്ങൾ. Find the present value of rupees 2000 received after 10 years if the interest rate is 8%. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള സൊല്യൂഷൻ നോക്കി ഉടനടി ഒരു സൊല്യൂഷനിലേക്ക് എഴുതരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് മനസ്സിലാക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തെഴുതാം കേട്ടോ, കൃത്യമായിട്ട് എടുത്തെഴുതാം. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ പി വി എന്ന് എഴുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുക. ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. ഉടനടി പി വി എന്ന് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുക. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എത്രയാണെന്ന് തന്നിട്ടുണ്ട്, നമുക്ക് അറിയുന്നതൊക്കെ എഴുതി വയ്ക്കാം. ഞാനിപ്പോൾ ആ രീതിയിലൊന്നുമല്ല ചെയ്യണമെങ്കിൽ പോലും നമ്മൾ എപ്പോഴും പ്രോബ്ലം കിട്ടുമ്പോൾ അറിയാവുന്ന പെർട്ടിക്കുലേഴ്സ് വിലകളെല്ലാം എന്ത് ചെയ്യണം? ദാറ്റ് യു ഹാവ് ടു എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ n ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി, r ഈസ് ഈക്വൽ ടു 8%. ഇത്രയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കിയേ. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമുള്ള എന്ത് ചെയ്യാൻ പോവാണ്? ഫോർമുല എല്ലാം അങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു? പി വി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? പി വി ഫാക്ടറിലേക്ക് പോകുക അല്ലേ? പി ഇൻറ്റു പി വി ഫാക്ടർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് നടി എന്ത് ചെയ്തു? പി എത്രയാണെന്ന് എടുത്ത് എഴുതി. പി എത്രയാണെന്ന് നമ്മൾ മുൻപ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം 2000 ഇൻറ്റു ഓക്കെ. ഇനി അവിടെ യെല്ലോ കളറിലൊരു ഫിഗർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് 6 ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്നും ഉണ്ട്. ഉടനടി നമ്മൾ പറഞ്ഞ പോലെ പ്രസൻറ്റ് വാല്യൂ ടേബിളിലേക്ക് പോവുക. അതിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് വി ഹാവ് ടു ഗോ ടു ടേബിൾ 1 പോവുക. ടേബിൾ 1 പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് വി ഹാവ് ടു എങ്ങനെ നോക്കണം? താഴത്തേക്കുള്ളത്
റോ വൈസ് ആയിട്ട് എന്ത് തന്നിട്ടുണ്ടായിരിക്കും, ഇയേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, കോളം വൈസ് ആയിട്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതിലും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2-3% അത് കാണില്ല, 5 തൊട്ടിട്ടാണ് അതിനകത്ത് കാണാം. 5, 6, 8, 10, 12 എന്നൊക്കെയാണ് നോക്കുക. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് പെർട്ടിക്കുലേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണെന്നാണ് പറയണത്, 10 ഇയേഴ്സ് ആണെന്നുള്ളത്. അപ്പോൾ ഉടനടി നമ്മൾ ഇയേഴ്സ്, ദാറ്റ് ഈസ് റോ വൈസിൽ 10 ഫോക്കസ് ചെയ്തു. ഇയേഴ്സിൻ്റെ താഴെ ടേബിൾ 1-ൽ നമ്മൾ 10 ഫോക്കസ് ചെയ്തു. ആൻഡ് 8% എത്രയാണെന്ന് നോക്കി നമ്മൾ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 10 ഇയേഴ്സ് താഴത്തേക്ക് നമ്മൾ നോക്കി. 8%ലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് തെറ്റാതെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാം. നമുക്ക് ലോഗരിതം ടേബിളൊക്കെ നമ്മൾ നോക്കണതല്ലേ. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന വാല്യൂ, ദാറ്റ് ഈസ് 0.463. എന്താണ് കിട്ടുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടോ, ടേബിൾ 1 പ്രസൻറ്റ് വാല്യൂ ഓഫ് ₹1 എന്നവിടെ കാണാം. അതിലേക്ക് നമ്മൾ നോക്കി, അത് നമ്മൾ കണ്ടെത്തി. നമ്മളത് എന്ത് ചെയ്യാൻ പോവാണ്, ദാറ്റ് വി ആർ ഗോയിങ് ടു, നമ്മളത് അതിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, റീപ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ, ടേബിൾ വാല്യൂ എത്രയാണ്, 0.463. ദെൻ 2000 ഇൻറ്റു 0.463. നമ്മുടെ കാൽക്കുലേറ്റർ ഒന്ന് എടുത്ത് അടുത്ത് വയ്ക്കുക കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 926. അപ്പോൾ അതാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ 926 ആണ് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ആ സംഭവം എന്ത് ചെയ്യുന്നതാണ് പറയണത്, 8% പലിശ ഇൻട്രസ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അത് എത്രയായി മാറി നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് പറയണത്, 2000 രൂപയായിട്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ വേ ഓഫ് സൊല്യൂഷനാണ് ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളൊരു ഫോർമുല കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ കണ്ട ഫോർമുല എന്തായിരുന്നു, PV ഈസ് ഈക്വൽ ടു P ബൈ 1 പ്ലസ് P ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ടു ദി പവർ ഓഫ് n. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തില്ല. നമ്മൾ പകരം നമ്മൾ ഈ എളുപ്പത്തിൽ പഠിച്ച PV ഈസ് ഈക്വൽ ടു P ഇൻറ്റു PV ഫാക്ടർ, അതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്തെത്തി. ഇനി നമുക്ക് അപ്പോൾ നോക്കേണ്ടത് നമുക്ക് വേറൊരു പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്താൽ നോട്ടിൽ കറക്റ്റായിട്ട് തന്നെ എഴുതി വയ്ക്കാം. ഇതിൻ്റെ കറക്റ്റ് സ്റ്റെപ്സൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് എഴുതി വയ്ക്കാം. നമുക്കൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ആ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫൈൻഡ് ദ PV ഓഫ് ₹10,000 റിസീവ്ഡ് ആഫ്റ്റർ 5 years ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 9%. എന്ത് കാണാൻ പറഞ്ഞിരിക്കുകയാണ്, നമ്മളോട് PV കാണാൻ പറഞ്ഞിരിക്കുകയാണ്. 10,000 റുപ്പീസിൻ്റെ, അതായത് 10,000 അപ്പോൾ PV കാണാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഉടനടി നമ്മൾ മനസ്സിലാക്കുക നമുക്ക് തന്നിട്ടുള്ളത് എന്തായിരിക്കും, ഫ്യൂച്ചർ വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ തീരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തൊരാലോചിക്കാം. എന്താണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് തന്നിട്ടുണ്ടാവുക. PV ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക FV ആണ്. അപ്പോൾ FV എന്താണെന്നുണ്ടെങ്കിൽ ഉടനടി നമ്മളിവിടെ FV എന്ന് പറയുന്നതാണ് നമ്മളിവിടെ P എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻഡ് ദ PV ഓഫ് ₹10,000 റിസീവ്ഡ് ആഫ്റ്റർ 5 years ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 9%. ആദ്യം തന്നെ പെർട്ടിക്കുലേഴ്സ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ പെർട്ടിക്കുലേഴ്സ് എടുത്ത് എഴുതാം. എന്താണ്, PV ആണ്, നമ്മൾ PV എന്ന് എഴുതാം, ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ട് വയ്ക്കാം. കാരണം കണ്ടുപിടിക്കണം. P എത്രയാണ്, ഈസ് ഈക്വൽ ടു 10,000, അഥവാ Pനെ തന്നെ നമുക്ക് FV എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഫ്യൂച്ചർ വാല്യൂ ആണ്. N ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 years ആണ്. R ഈസ് ഈക്വൽ ടു 9%. ഇത്രയും പെർട്ടിക്കുലേഴ്സ് ഇപ്പോൾ ഞാനതിൽ എഴുതി കാണിച്ചിട്ടില്ല, നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അത് വീണ്ടും ഞാൻ പറയുകയാണ്, പ്രോബ്ലം അറിയാതെ എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഭാഗത്തേക്ക് തെറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മാർക്ക് കുറയ്ക്കുക പോലും ഇല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് ചിലപ്പോൾ ഇട്ട് തരാം, അല്ലെങ്കിൽ 3.5 മാർക്ക് ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ പഠിച്ച ഫോർമുല, ദാറ്റ്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാഷ് ഫ്ലോ വെച്ചിട്ടുള്ള ഫോർമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരാം. എനിവേ നമ്മൾ എഴുതാണ് PV ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ 1 പ്ലസ് R ടു ദി പവർ ഓഫ് n, വേർ PV എന്താണ്, പ്രസൻറ്റ് വാല്യൂ ആണെന്നറിയാം. P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ ക്യാഷ് ഫ്ലോ ഓർ ദി ഫ്യൂച്ചർ സം ആണത്. R ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. N മാറുന്നൊക്കെ പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആണ് കേട്ടോ, അതൊക്കെ ശ്രദ്ധിക്കുക. N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ്. ക്ലിയർ? ഇത്രയും നമുക്ക് ക്ലിയർ അല്ലേ? ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വാല്യൂ കൊടുക്കുകയേ വേണ്ടു. അപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എന്താണ് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, P എത്രയാണെന്ന് അവിടെ എടുത്ത് എഴുതി. P ഈസ് ഈക്വൽ ടു 10,000 എഴുതി വെച്ചു. R ഈസ് ഈക്വൽ ടു 9%, N ഈസ് ഈക്വൽ ടു 5 എഴുതി. ഇനി ഫോർമുലയിലേക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, PV ഈസ് ഈക്വൽ ടു 10,000 അല്ലേ, ഡിവൈഡഡ് ബൈ 1. ഫോർമുലയിലുള്ളതാണ്, 1 കോൺസ്റ്റൻ്റ് ആണ്. 1 പ്ലസ് 9%നെ നമ്മൾ എന്ത് ചെയ്തു, പെർസെൻറ്റേജിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് 0.09, അതായത് 0.09 ആക്കി ടു ദി പവർ ഓഫ് n എന്ന് പറയുന്നത് 5 ആണെന്നറിയാം അല്ലേ.
വീണ്ടും നമ്മൾ താഴത്തേക്ക് എടുത്തെഴുതാണ് പി വി ഈസ് ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പ്രകാരം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്ത് എന്തായിരുന്നു, നമ്മൾ ഇത്ര വലിയ ബുദ്ധിമുട്ടിലേക്കൊന്നും പോയില്ല. 10,000 ഇൻറ്റു എന്ത് ചെയ്തു, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കി. നമ്മുടെ ആ ടേബിൾ 1 ഒന്ന് നിങ്ങൾ വന്ന് നോക്കിയേ. ടേബിൾ 1 ഒന്ന് വരിക. ടേബിൾ 1 വരുമ്പോൾ അവിടെ നമുക്ക് 9% കാണാനുണ്ടോ? അവിടെ 5 തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, 8 തന്നിട്ടുണ്ട്, 10. അപ്പോൾ 9% അവിടെ തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് ഉടനടി ആ എളുപ്പമാർഗ്ഗത്തിൽ ചെയ്യാൻ പറ്റില്ല. രണ്ടും കറസ്പോണ്ട് ചെയ്തിട്ട് നമ്മുടെ പി ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ചെയ്തിട്ട് എന്ത് കാണാൻ പറ്റില്ല, പ്രസൻറ്റ് വാല്യൂ കാണാനായിട്ട് സാധിക്കില്ല. ഇതിൽ നിങ്ങൾ ആ ശരിക്കും ടേബിൾ 1 നോക്കി. അപ്പോൾ നമുക്കതിൽ 9% തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ശരിക്കുള്ള ശരിക്കും ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക നോക്കണം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണമെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ കോമ്പൗണ്ടിങ് പഠിച്ച ടെക്നിക്ക് എന്തായിരുന്നു, ഈ 1+ എന്ന് പറഞ്ഞു വരുന്നത് 1 + r⁴ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അതിനെ നമ്മൾ ടേബിൾ വാല്യൂമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് അല്ലേ. കറക്റ്റ് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഫോർമുലയുടെ ആ ഭാഗത്തിന് നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി ആ റീപ്ലേസ് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആലോചിക്കുക, അതായത് ഈ 10,000 എന്ന് പറയുന്നത്, അതായത് നമുക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട്, ശ്രദ്ധിച്ചു കേൾക്കാം, 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ടാണ് 10,000. അപ്പോൾ ആ 10,000-നകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം, എന്തുണ്ടായിരിക്കാം, അതായത് 5 കൊല്ലം, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 9% അല്ലേ. അപ്പോൾ ഈ 10,000-നകത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒപ്പം അതിൻ്റെ എന്തുണ്ടായിരിക്കും, ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. മനസ്സിലാക്കുക അല്ലേ. അപ്പോൾ എത്രയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓരോ കൊല്ലം, 5 കൊല്ലത്തിൽ ഓരോ വർഷവും നമുക്ക് 9% ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. അങ്ങനെ ആ പ്രിൻസിപ്പൽ എമൗണ്ടും ഓരോ കൊല്ലത്തെ 9% ഇൻട്രസ്റ്റും കൂടി ചേർന്നിട്ടാണ് 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടാനായിട്ട് പോകുന്നത്, 10,000 ആകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള എലമെൻ്റ് ഇല്ലേ, ആലോചിച്ച് നോക്കുക അല്ലേ. കോമ്പൗണ്ടിങ്, അപ്പോൾ ഞാൻ മുൻപ് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ അവിടെ പറഞ്ഞു അല്ലേ, കോമ്പൗണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കണം എന്നുള്ളത്. ദാറ്റ് നമ്മളൊരു സ്ലൈഡിൽ പറഞ്ഞിരുന്നു. ടു പുട്ട് ഇറ്റ് ഇൻ അനദർ വേ, 735 ഇൻവെസ്റ്റഡ് അറ്റ് 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അവിടെ കോമ്പൗണ്ട് എന്ന് വരുന്നത് എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റിൻ്റെ അതുമേ വീണ്ടും അടുത്ത വർഷം ഇൻട്രസ്റ്റ് തരിക. പിന്നെ ആ പ്രിൻസിപ്പൽ എമൗണ്ടും ആദ്യത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റും രണ്ടാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റും ചേർന്നിട്ട് മൂന്നാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് തരിക. അതും കൂടി ചേർന്ന് 4ാമത്തെ കൊല്ലം തരിക. എല്ലാം കൂടി ചേർന്ന് 5th ഇയറിൽ നമുക്ക് ഇൻട്രസ്റ്റ് തരാം. അങ്ങനെ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച് കാണണം, പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വാല്യൂ വെച്ച് ഏത് ടേബിളിൽ നിന്ന് റീപ്ലേസ് ചെയ്യണം. അതായത് ഈ 1 + 0.09⁵ എന്ന് പറയുന്നത് കോമ്പൗണ്ട് എമൗണ്ട് അടങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഫ്രം ടേബിൾ 3. ക്ലിയർ ആക്കുക. അപ്പോൾ അത് മിസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണത് പ്രസൻറ്റ് വാല്യൂ എന്ന് എടുക്കാത്തത് എന്നുള്ളതല്ല ചോദിക്കേണ്ടത്. ഒന്നാമത് ഞാൻ പറഞ്ഞു 9% എന്നുള്ള കേസുകൾ വരുമ്പോൾ അതിനകത്തില്ല. പക്ഷേ മറ്റേ പ്രോബ്ലം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ എളുപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് എടുത്ത് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും ഇതിൻ്റെ തിങ്കിങ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ 10,000-നകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10,000 എന്ന് പറയുന്ന എമൗണ്ട്, ദാറ്റ് ഇസ് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കിട്ടുന്ന 10,000 എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദി കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എമൗണ്ട്. അതിനകത്ത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടേബിൾ നോക്കണം എന്നാണ് പറയുന്നത്, വി ഹാവ് ടു കാൽക്കുലേറ്റ് എന്നല്ല, വി ഹാവ് ടു റൈറ്റ് അവർ വാല്യൂ, ദാറ്റ് ഈസ് ആ ഫോർമുലയുടെ വാല്യൂ എവിടെ നിന്ന് എടുത്തെഴുതാം, ദാറ്റ് ഈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടേബിളിൽ നിന്ന് എടുത്തെഴുതണം. അത് മാനുവിറ്റിയിൽ നിന്ന് എഴുതണോ, വേണ്ട, ഇതിൽ എടുത്തെഴുതണം, കോമ്പൗണ്ട് വാല്യൂ ഓഫ് ₹1 നിന്ന് എടുത്തെഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ. അപ്പോൾ എന്തുകൊണ്ടാണ് മിസ് നമ്മൾ നേരത്തെ പ്രസൻറ്റ് വാല്യൂ ചെയ്തു, പിന്നെ എന്താണ് പ്രസൻറ്റ് വാല്യൂ അല്ലേ കാണാൻ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എന്താ നമ്മൾ കോമ്പൗണ്ട് വാല്യൂ ടേബിളിൽ നോക്കിയെന്നുള്ളത്. അപ്പോൾ ദ റീസൺ ബിഹൈൻഡ് അല്ലെങ്കിൽ ദ തിങ്കിങ് ഹാസ് ടു ബി ഡൺ ലൈക്ക് ഇങ്ങനെ വേണം നമ്മൾ ആ തിങ്കിങ്ങിലേക്ക് പോകാനായിട്ട്. 10,000-ൽ എന്തുണ്ട്, ഇൻട്രസ്റ്റ് എന്നുള്ള എമൗണ്ടും കൂടി ഉണ്ട്. കോമ്പൗണ്ടിങ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 10,000 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ എടുത്തെഴുതേണ്ട, ദാറ്റ് ഈസ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട വാല്യൂ ഹാസ് ടു ബി ടേക്കൺ ഫ്രം ദി ടേബിൾ 3. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ടേബിൾ 3-ന്ന് എന്ത് ചെയ്യുക, ദാറ്റ് ഈസ് 5 ഇയേഴ്സിന് ടേബിൾ 3 നോക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. 5 ഇയേഴ്സിന് റോയിൽ 5 ഇയേഴ്സിന് കറസ്പോണ്ടിങ് 9% വാല്യൂ നോക്കാം. ആൻഡ് യു വിൽ ഗെറ്റ് 1.439 കിട്ടും. നമ്മൾ ആ കോമ്പൗണ്ട് സം എടുത്ത് നോക്കാം. അതിനകത്ത് നമ്മൾ 5 ഇയേഴ്സിലേക്ക് 5% കറസ്പോണ്ടിങ്ങിലേക്ക് നമ്മൾ നോക്കി. ദി 5 അല്ല അല്ലേ, 5 ഇയേഴ്സിലേക്ക് നമ്മൾ നോക്കേണ്ടത് എത്രയായിരുന്നു, ദാറ്റ് ഈസ്
9% അല്ലേ, 9% 5 ഇയേഴ്സിലേക്ക് 9% നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക 1.539. ദാറ്റ് ഈസ്, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുന്നു, നമ്മളതുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇനി ഇത് പ്രകാരം നമ്മൾ നേരത്തെ എളുപ്പത്തിൽ ചെയ്ത പ്രോബ്ലം അല്ലേ, അതൊന്ന് ചെയ്ത് നോക്കാം. ഇതേ പ്രകാരം നമ്മളിതിന് മുൻപ് ചെയ്ത പ്രോബ്ലം നമ്പർ 1 നമ്മളത് എളുപ്പത്തിൽ ചെയ്തു. അത് നമ്മൾ ഈ പ്രകാരം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദ ആൻസർ വിൽ ബി ദ സെയിം, ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെയാണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 1.539 ദാറ്റ് ഈസ് ടേക്കൺ ഫ്രം ടേബിൾ 3 റോ കോളം 5 ഇയേഴ്സ്, റോ എന്നുള്ളത് 5 ഇയേഴ്സ്, കോളം 9% എടുത്തിരിക്കുന്നു. ദെൻ ദ പ്രസൻറ്റ് വാല്യൂ വിൽ ബി 6,500. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്? എന്താണ് അതിൻ്റെ മീനിങ്? അതായത് 6,500 രൂപ, 6,500 റുപ്പീസ് 9% 9% ഇൻട്രസ്റ്റിൽ 5 കൊല്ലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 5 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയായിട്ട് അത് കിട്ടുന്നു? 10,000 റുപ്പീസായിട്ട് കിട്ടും. ക്ലിയർ? അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയേ. നെക്സ്റ്റ് പ്രോബ്ലം അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. എന്താണെന്നാണ് പറയുന്നത്? എ ഈസ് ലൈക്ലി ടു ഗെറ്റ് ₹2,000 ആഫ്റ്റർ 3 ഇയേഴ്സ്. എക്ക് എന്താണ്, ഒരു 3 കൊല്ലം കഴിയുമ്പോൾ 2,000 രൂപ കിട്ടും എന്നാണ് പറയണത്. വാട്ട് ഈസ് ഇറ്റ്സ് വാല്യൂ ആസ് ഓൺ ഡേറ്റ്? അതായത് ഇന്നത്തെ ഡേറ്റിന് എന്താണ് അതിൻ്റെ വാല്യൂ? 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് 2,000 തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റിന് അതിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ഇഫ് ദ ടൈം വാല്യൂ ഓഫ് ദ മണി ഈസ് ലൈക്ലി ടു ചേഞ്ച് അറ്റ് ദ റേറ്റ് ഓഫ് 10%. എന്താണ് ടൈം വാല്യൂ ഓഫ് ദ മണി? അതാണ് 10% 10% ഇൻട്രസ്റ്റ് തരുമ്പോൾ അതിൻ്റെ ടൈം വാല്യൂ ഓഫ് ദ മണി എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? മാറുന്നുവെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഉടനടി നമ്മൾ എന്ത് ചെയ്യാം? അറിയാവുന്ന പെർട്ടിക്കുലേഴ്സുകളെല്ലാം എടുത്തെഴുതാം. P ഈസ് ഈക്വൽ ടു 2,000, R ഈസ് ഈക്വൽ ടു 10%, N ഈസ് ഈക്വൽ ടു 3 അല്ലേ. അപ്പോൾ നമുക്ക് ഇയർ കറക്റ്റ് 3 ഇയേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ആൻഡ് വി വിൽ അപ്ലൈ ടു ദി, അപ്പോൾ നമ്മൾ ആദ്യം ഫോർമുല എടുത്തെഴുതണം കേട്ടോ. PV ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ 1 + R ടു ദി പവർ ഓഫ് N. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 2,000 ഡിവൈഡഡ് ബൈ 1 + 10%. നമ്മൾ എന്ത് ചെയ്തു? പെർസെൻറ്റേജ് ഒന്ന് മാറ്റി 0.10 ടു ദി പവർ ഓഫ് 3. ക്ലിയർ? ദെൻ PV ഈസ് ഈക്വൽ ടു 2,000 ഡിവൈഡഡ് ബൈ 1.331. എവിടെ നിന്നാണ് 1.331 കിട്ടിയിട്ടുണ്ടാവുക? കോമ്പൗണ്ടിങ് എന്നുള്ള എന്ത് ചെയ്യുക? കോൺസെപ്റ്റ് ആലോചിക്കുക. ആ കോൺസെപ്റ്റിലാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. ഈ 10% കോമ്പൗണ്ടിങ് എന്നുള്ളതനുസരിച്ച് നമ്മൾ ടേബിൾ എടുക്കുന്നു. ടേബിളിൽ നമ്മൾ ആ വാല്യൂ എന്ത് ചെയ്യുന്നു? ദാറ്റ് ആ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ടേബിൾ 3 റോയിൽ 3 ഇയേഴ്സ്, കോളത്തിൽ 10% നമ്മൾ നോക്കുന്നു. ദ വാല്യൂ വിൽ ബി 1.331. അങ്ങനെ 2000 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 1.33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദ ആൻസർ ദാറ്റ് വി വിൽ ഗെറ്റ് ഈസ് 1,502.63. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യാനൊന്നും വലിയ രീതിയിലേക്ക് പോകേണ്ട. വേണമെങ്കിൽ 1,503 എന്ന് റൗണ്ട് ചെയ്യാം. പക്ഷെ വേണ്ട, നമ്മൾ ആ കറക്റ്റ് കിട്ടുന്നത് എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് അവിടെ ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ്, വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? നമ്മൾ ഇപ്പോൾ ഒരു 1,502 രൂപ അല്ലെങ്കിൽ 1,503 രൂപ 1,503 നമ്മൾ ഇപ്പോൾ ഒരു എത്രയാണ്? 10% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 3 ഇയേഴ്സ് ഇറ്റ് വിൽ ബിക്കം 2,000. അത് എത്രയായി മാറുന്നു? 2,000 ആയി മാറുന്നു. ദാറ്റ് ഈസ് ദ മീനിങ്. അപ്പോൾ ഈ പ്രോബ്ലം നോട്ടിലേക്ക് എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. ഇത്രയാണ് സിംഗിൾ ക്യാഷ് ഫ്ലോൻ്റെ. അപ്പോൾ ഈ ഒരു 3 പ്രോബ്ലം കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്താൽ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ് ഫോർ യു. അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ എന്നത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മുടെ ടെക്നിക് ഓഫ് ഡിസ്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയാണ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഇതിൽ 2 കോൺസെപ്റ്റേ ഉള്ളൂ. ഒന്ന് സിംഗിൾ ക്യാഷ് ഫ്ലോ, രണ്ടാമത്തെ കോൺസെപ്റ്റ് സീരീസ് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. അപ്പോൾ അതെന്താണ്? അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ കോമ്പൗണ്ടിങ്ങിൽ പഠിച്ചതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോന് പകരം, ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 31 കാണാം കേട്ടോ. അതായത് ചിലപ്പോൾ സിംഗിൾ ക്യാഷ് ഫ്ലോന് പകരം നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോസ് സെയിം എമൗണ്ട് തന്നെ നമുക്ക് പല വർഷങ്ങളായിട്ട് നമുക്ക് ഇൻഫ്ലോ കിട്ടുന്നുണ്ടായിരിക്കാം. സെയിം എമൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ശ്രദ്ധിക്കുക. ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആനുവിറ്റി മേ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ അതിൻ്റെ ഫോർമുല കാണുമ്പോൾ പേടിക്കണ്ട. അത് തൽക്കാലം ഫോർമുല നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതങ്ങനെ പഠിച്ച് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതാണ് ഒരു കുറച്ച് സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി, ആനുവലി ഓരോ കൊല്ലവും നമുക്ക് ഇങ്ങനെ കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറയുന്നത്. PV ഈസ് ഈക്വൽ ടു P1 divided by 1 plus R plus P2 divided by 1 plus R to the power of 2
പ്ലസ് P3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ടു ദി പവർ ഓഫ് 3 പ്ലസ് അതിങ്ങനെ നീണ്ടുപോകും എത്ര വർഷമാണെന്നുണ്ടെങ്കിലും. ആൻഡ് ലാസ്റ്റ് വന്ന് എങ്ങനെയാണ് പ്ലസ് Pn ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ ടു ദി പവർ ഓഫ് n വേർ P1 അതിൽ കുറച്ച് തെളിഞ്ഞിട്ടില്ല, പക്ഷെ അതിങ്ങനെയാണ് വേർ P1 P2 P3 എക്സെട്ര അതെന്തായിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് ഓർ ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ പീരീഡ് 1 2 3 എക്സെട്ര. ഒന്നാമത്തെ കൊല്ലത്തെ, രണ്ടാമത്തെ കൊല്ലത്തെ, മൂന്നാമത്തെ കൊല്ലത്തെ, അങ്ങനെ 4 4 5 അങ്ങനെ ഉള്ള കൊല്ലത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മളതിൻ്റെ ന്യൂമറേറ്ററായി നിൽക്കുന്ന P1 P2 P3 Pn റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ്. കുറച്ച് കട്ടായി പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ആർ എന്ന് പറയുന്നത് സെയിം തന്നെ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ക്ലിയർ? ഇത്രയാണ് അപ്പോൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പേടിക്കേണ്ട, നന്നായി ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് കേട്ട് പ്രോബ്ലംസ് കറക്റ്റായിട്ട് നോട്ട്ബുക്കിലേക്ക് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ വാച്ചിങ് മൈ ക്ലാസ്.